ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ദേവിപ്രിയ. പ്രധാന വാർത്തകൾ. പുതിയ കർഷക നിയമങ്ങൾ നടപ്പാക്കുന്നത് കർഷകരുടെ നേട്ടത്തിനു വേണ്ടിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നയങ്ങൾ നടപ്പിലാക്കാനുള്ള ഉപകരണമായി ചില രാജ്യങ്ങൾ ഭീകരതയെ ഉപയോഗിക്കുന്നതായി ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു. കോവിഡ് പ്രതിരോധ വാക്സിൻ വികസന രംഗത്തുള്ള ഗവേഷകരുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. കോവിഡ് മരണം കുറഞ്ഞ രാജ്യങ്ങളിൽ ഒന്നായി ഇന്ത്യ തുടരുന്നു. കേരളത്തിൽ ഇന്ന് 3382 പേർക്ക് കോവിഡ്. ഹൈദരാബാദ് മുനിസിപ്പൽ കോർപ്പറേഷനിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നാളെ നടക്കും. വാർത്തകൾ വിശദമായി. പുതിയ കർഷക നിയമങ്ങൾ നടപ്പാക്കുന്നത് കർഷകരുടെ നേട്ടത്തിനു വേണ്ടിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരിഷ്കാരങ്ങൾ അവർക്ക് പുതിയ വിപണി അവസരങ്ങൾ നൽകുമെന്നും അദ്ദേഹത്തെ രാജ്യത്തെ കർഷകർക്ക് ഉറപ്പു നൽകി. ഉത്തർപ്രദേശിലെ തന്റെ ലോക്സഭാ മണ്ഡലമായ വാരണാസിയിലെ പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാർഷിക വിപണികളെ ശക്തിപ്പെടുത്തുന്നതിനും പുതിയ നിയമം സഹായകമാകും. കൃത്യമായ ലക്ഷ്യങ്ങളോടെയാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കാർഷിക വിപണി പരിഷ്കാരങ്ങളെക്കുറിച്ച് രാജ്യത്ത് തെറ്റായ പ്രചരണമാണ് നടക്കുന്നത്. മുൻ സർക്കാരുകൾ വഞ്ചിച്ചതിന്റെ ചരിത്രം കാരണമാണ് പരിഷ്കാരങ്ങളെക്കുറിച്ച് കർഷകർ ആശങ്കപ്പെടുന്നതെന്നും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. കർഷകർക്ക് തങ്ങളുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ വിപണിയിൽ വിൽക്കാൻ അവസരം ലഭിക്കേണ്ടതുണ്ട്. പഴയ സമ്പ്രദായത്തിൽ തുടരാൻ ആഗ്രഹിക്കുന്ന കർഷകർക്ക് അതിനുള്ള അവസരമുണ്ടെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. രാജ്യത്തെ കർഷകരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പരിഷ്കാരങ്ങൾ ഫലപ്രാപ്തിയിലേക്ക്. ഇടനിലക്കാരുടെ ചൂഷണം അവസാനിപ്പിക്കുക, കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വില ലഭ്യമാക്കുക തുടങ്ങിയവ ലക്ഷ്യമിട്ടുള്ള പരിഷ്കാരങ്ങളാണ് കേന്ദ്രം നടപ്പാക്കി വരുന്നത്. വിശദാംശങ്ങളുമായി കിരൺ ശങ്കർ. കർഷകരുടെ ജീവിതത്തിൽ സമൂല മാറ്റം ഉദ്ദേശിച്ചാണ് ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ എൻഡിഎ സർക്കാർ കാർഷിക വിപണി പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നത്. കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുന്നതിന് കഴിഞ്ഞ 6 വർഷത്തിനിടയിൽ കേന്ദ്രം സ്വീകരിച്ച നടപടികളുടെ ഒടുവിലത്തെ നടപടിയാണിത്. ഇവ നന്നായി ചിന്തിക്കുകയും കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കാനുള്ള വേഗത വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇക്കാലമത്രയും കൃഷിയിടങ്ങളിലെത്തി കർഷകരുടെ അധ്വാന ഫലം കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി പുറം വിപണികളിൽ വലിയ വിലയിൽ വിറ്റ് കാശാക്കുന്നവരെ അകറ്റി നിർത്തുകയാണ് പരിഷ്കരണത്തിന്റെ പ്രധാന ലക്ഷ്യം. അതുപോലെ കർഷക വിപണികളിലെ കുത്തകവൽക്കരണം അവസാനിപ്പിച്ചതിലൂടെ ഉൽപാദകർക്ക് നേരിട്ട് തന്നെ അവരുടെ ഉൽപ്പന്നങ്ങൾ ഈ വിപണികളിലൂടെ ഇപ്പോൾ മാന്യമായ വിലയ്ക്ക് വിൽക്കാനാകുന്നുണ്ട്. ഇടനിലക്കാർക്കുള്ള കമ്മീഷൻ, സെസ്, തറവാടക തുടങ്ങിയവയും ഇനി നൽകേണ്ടതില്ല. വില കൂടുതൽ കിട്ടുന്നിടത്ത് വിളകൾ വിൽക്കാനും കർഷകർക്ക് സ്വാതന്ത്ര്യം നൽകുന്നതാണ് പുതിയ നിയമ പരിഷ്കരണം. കൃഷിയിടങ്ങൾ, ഫാക്ടറി പരിസരം, സംഭരണ കേന്ദ്രങ്ങൾ, ശീതീകരണ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ വിൽപ്പന നടത്താൻ കഴിയുമെന്നതാണ് പരിഷ്കരണത്തിന്റെ ശ്രദ്ധേയ നേട്ടം. ഓൺലൈനായും വിൽപ്പന നടത്താനും സൗകര്യമൊരുക്കിയിട്ടുണ്ട്. എന്നാൽ ഇതിന്റെ അന്തസത്ത മനസ്സിലാക്കാതെയാണ് ഒരു വിഭാഗം കർഷകരുടെ പ്രതിഷേധമെന്ന് വിമർശനം ഉയർന്നിട്ടുണ്ടെങ്കിലും കർഷകരുടെ പ്രശ്നങ്ങളോട് തുറന്ന സമീപനമാണ് കേന്ദ്രം സ്വീകരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഡൽഹിയിൽ പ്രതിഷേധിക്കുന്ന കർഷകരുമായി സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. ഡിസംബർ 3-ന് കൃഷിമന്ത്രി കർഷകരെ ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കർഷകരുടെ എല്ലാ ആവശ്യങ്ങളും പ്രശ്നങ്ങളും കേൾക്കാൻ സർക്കാർ തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേന്ദ്ര സർക്കാരിന്റെ കാർഷിക പരിഷ്കാരങ്ങളെക്കുറിച്ച് തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കരുതെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ ആവശ്യപ്പെട്ടു. പഞ്ചാബിലെ കർഷകർക്ക് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ അരി ഉയർന്ന വിലയിൽ വിൽക്കാനായി. താങ്ങുവില വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു. നയങ്ങൾ നടപ്പിലാക്കാനുള്ള ഉപകരണമായി ചില രാജ്യങ്ങൾ ഭീകരതയെ ഉപയോഗിക്കുന്നതായി ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു. ഇന്ത്യ അധ്യക്ഷത വഹിച്ച 19ാമത് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതിർത്തി കടന്നുള്ള ഭീകരതയാണ് ഇന്ന് രാജ്യങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയെന്ന് അദ്ദേഹം പറഞ്ഞു. ഭീകരതയെ ഇല്ലാതാക്കാൻ എല്ലാ രാജ്യങ്ങളും ഒന്നിച്ച് പ്രവർത്തിക്കണം. കോവിഡിനെതിരായ ഇന്ത്യയുടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാണെന്നും അദ്ദേഹം പറഞ്ഞു. തെലങ്കാനയിൽ ഹൈദരാബാദ് മുനിസിപ്പൽ കോർപ്പറേഷനിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നാളെ നടക്കും. വോട്ടെടുപ്പിനായി വിപുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സി പാർത്ഥസാരഥി അറിയിച്ചു. 150 മുനിസിപ്പൽ കോർപ്പറേഷൻ ഡിവിഷനുകളിലായി ആകെ 1122 പേർ മത്സര രംഗത്തുണ്ട്. ടിആർഎസ്, ബിജെപി, കോൺഗ്രസ്, വൈഎസ്ആർ കോൺഗ്രസ് എന്നീ പാർട്ടികളാണ് മത്സരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സിഖ് മതസ്ഥരുമായുള്ള എൻഡിഎ ഗവൺമെന്റിന്റെ പ്രത്യേക ബന്ധവും ലഘുലേഖ പ്രകാശനം ചെയ്തു. ന്യൂഡൽഹിയിൽ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി പ്രകാശ് ജാവ്ദേക്കറും കേന്ദ്ര വ്യോമയാന മന്ത്രി ഹർദീപ് സിംഗ് പുരിയും ചേർന്നാണ് പ്രകാശനം നിർവഹിച്ചത്. ശ്രീ ഗുരുനാനാക്ക് ദേവ്ജിയുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് ബ്യൂറോ ഓഫ് ഔട്ട്റീച്ച് കമ്മ്യൂണിക്കേഷനാണ് ലഘുലേഖ പ്രസിദ്ധീകരിച്ചത്.
ഹിന്ദി, പഞ്ചാബ്, ഇംഗ്ലീഷ് എന്നീ 3 ഭാഷകളിലാണ് ലഘുലേഖ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ദിശയുടെ 1056 ബന്ധപ്പെടാം. കോവിഡ് പ്രതിരോധ വാക്സിൻ വികസന രംഗത്തുള്ള ഇന്ത്യയിലെ 3 ഗവേഷക സംഘങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. പൂനെയിലെ ജിനോവ ബയോ ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡ്, ഹൈദരാബാദിലെ ബയോളജിക്കൽ ഇ ലിമിറ്റഡ്, ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ് ലിമിറ്റഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഗവേഷകരുമായാണ് കൂടിക്കാഴ്ച നടത്തിയത്. വാക്സിൻ വികസിപ്പിക്കുന്നതിനായി ഈ കമ്പനികളിലെ ശാസ്ത്രജ്ഞർ നടത്തുന്ന ശ്രമങ്ങളെ അദ്ദേഹം അഭിനന്ദിച്ചു. വാക്സിൻ വികസനത്തിനുള്ള വിവിധ വേദികളും സാധ്യതകളും ചർച്ച ചെയ്യപ്പെട്ടു. വാക്സിനുകളെക്കുറിച്ചും അതിന്റെ ഫലപ്രാപ്തി പോലുള്ള കാര്യങ്ങളെക്കുറിച്ചും ലളിതമായ ഭാഷയിൽ പൊതുജനങ്ങളെ അറിയിക്കാൻ കൂടുതൽ ശ്രമിക്കണമെന്നും ശ്രീ നരേന്ദ്രമോദി കമ്പനികൾക്ക് നിർദ്ദേശം നൽകി. ആഗോളതലത്തിൽ കോവിഡ് മരണനിരക്ക് കുറഞ്ഞ രാജ്യങ്ങളിൽ ഒന്നായി ഇന്ത്യ തുടരുന്നു. 1.45% രാജ്യത്തെ മരണനിരക്ക്. മരണനിരക്ക് കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര നടപടികളുടെ ഫലമായി പ്രതിദിന മരണസംഖ്യ 500-ൽ താഴെയായി നിയന്ത്രിക്കാൻ കഴിഞ്ഞെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. നിലവിൽ 4,47,000 പേർ മാത്രമാണ് കോവിഡ് ചികിത്സയിലുള്ളത്. ഇതുവരെ 88 ലക്ഷത്തോളം പേരാണ് രോഗമുക്തി നേടിയത്. കേരളത്തിൽ ഇന്ന് 3,382 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. 21 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 2,244 ചികിത്സയിലായിരുന്ന 6,055 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇനി 61,894 പേരാണ് ചികിത്സയിലുള്ളത്. 5,38,713 പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടി. 26 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കി. ലോകത്ത് ഇതുവരെ 6,32 ലക്ഷത്തോളം പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇതിൽ 4,36 ലക്ഷത്തിലധികം പേർ രോഗമുക്തി നേടി. 14,67,000 പേരാണ് രോഗബാധയെ തുടർന്ന് മരിച്ചത്. ആഗോളതലത്തിൽ കോവിഡ് മുക്തി നിരക്ക് ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ. മാസ്കും സാനിറ്റൈസറുമാണ് കോവിഡിനെതിരായ പോരാട്ടത്തിലെ ഏറ്റവും വലിയ ആയുധമെന്നും അദ്ദേഹം ഡൽഹിയിൽ പറഞ്ഞു. ശുചിത്വവും സുരക്ഷിതമായ അകലവും പാലിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും മന്ത്രി ഓർമ്മിപ്പിച്ചു. അസമിൽ 6ാം ക്ലാസ് വരെയുള്ള പ്രാഥമിക വിദ്യാലയങ്ങൾ ജനുവരി 1-ന് തുറക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു. ഹോസ്റ്റലുകളും സ്കൂളുകളും തുറക്കുന്നതിന് മുമ്പ് കോവിഡ് പരിശോധന നടത്തുമെന്നും ശ്രീ ശർമ്മ പറഞ്ഞു. 7 മുതലുള്ള ക്ലാസുകൾ ഇതിനകം ആരംഭിച്ചിരുന്നു. മധ്യപ്രദേശിൽ കോവിഡ് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ നിയന്ത്രണങ്ങൾ കർശനമാക്കുന്നു. ഭോപ്പാൽ, ഇൻഡോർ തുടങ്ങി പല നഗരങ്ങളിലും രോഗബാധ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. NSAസിന്റെയും സാമൂഹിക സംഘടനകളുടെയും സഹായത്തോടെ കോവിഡിനെതിരായ റോക്കോ ടോക്കോ പ്രചാരണ പരിപാടിക്ക് ഭോപ്പാലിൽ ഇന്ന് തുടക്കമായി. തമിഴ്നാട്ടിൽ നേരിയ ഇളവുകളോടെ ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ ഡിസംബർ 31 വരെ നീട്ടി. നാളെ മുതൽ ആരംഭിക്കുന്ന പുതിയ ഘട്ടത്തിൽ 200 പേർ വരെ പങ്കെടുക്കുന്ന പരിപാടികൾക്ക് അനുമതി നൽകാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികൾക്ക് ഡിസംബർ 7 മുതൽ സംസ്ഥാനത്ത് ക്ലാസുകൾ ആരംഭിക്കും. കോവിഡ് മഹാമാരിക്കിടയിലും ഉയർന്ന നിയമന റെക്കോർഡിന്റെ തിളക്കത്തിൽ IIT മദ്രാസ്. കഴിഞ്ഞ ശനിയാഴ്ച വരെയുള്ള കണക്കിൽ 182 തൊഴിൽ വാഗ്ദാനങ്ങളാണ് സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ ആകെ ലഭിച്ചത് 170 തൊഴിൽ വാഗ്ദാനങ്ങളായിരുന്നു. ഡൽഹിയിൽ കോവിഡ് RT-PCR പരിശോധനകളുടെ നിരക്ക് കുറയ്ക്കാൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സ്വകാര്യ ലാബുകൾക്ക് നിർദ്ദേശം നൽകി. സ്വകാര്യ ലാബുകളിൽ പരിശോധന നടത്തുന്നവർക്ക് ഇത് സഹായകമാകുമെന്ന് അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പുതിയ കർഷക നിയമങ്ങൾ നടപ്പാക്കുന്നത് കർഷകരുടെ നേട്ടത്തിനു വേണ്ടിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നയങ്ങൾ നടപ്പിലാക്കാനുള്ള ഉപകരണമായി ചില രാജ്യങ്ങൾ ഭീകരതയെ ഉപയോഗിക്കുന്നതായി ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു. കോവിഡ് പ്രതിരോധ വാക്സിൻ വികസന രംഗത്തുള്ള ഗവേഷകരുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. കോവിഡ് മരണം കുറഞ്ഞ രാജ്യങ്ങളിൽ ഒന്നായി ഇന്ത്യ തുടരുന്നു. കേരളത്തിൽ ഇന്ന് 3,382 പേർക്ക് കോവിഡ്. ഹൈദരാബാദ് മുനിസിപ്പൽ കോർപ്പറേഷനിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നാളെ നടക്കും. വാർത്തകൾ കഴിഞ്ഞു. ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @AllIndiaRadioNews തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 9 മണിക്ക്.